ശബരിമലയിൽ യുവതീ പ്രവേശനം തടയാൻ നട അടയ്ക്കാമെന്ന് തന്ത്രി ഉപദേശിച്ചത് താനാണെന്ന് ബി.ജെ.പി. നേതാവും മുൻ ഗവർണറുമായ പി.എസ്. ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ വന്ന ദിവസവുമായിരുന്നു ഇന്ന്. ശബരിമല സമരവും സുവർണാവസര വിധിയുമെന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. തന്ത്രി കണ്ഠരര് രാജീവരരെ സന്ദർശിച്ച ശ്രീധരൻപിള്ള പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകം കൈമാറുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയെ ജയിലിലിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ശ്രീധരൻപിള്ള ആരോപിച്ചു. തന്ത്രി വിഷയത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ്. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. വിധിയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകം. യുവതീ പ്രവേശനം തടയാൻ തന്ത്രിയെ ഉപദേശിച്ചത് താനാണെന്നാണ് പി.എസ്. ശ്രീധരൻപിള്ള വെളിപ്പെടുത്തുന്നത്. ആചാരലംഘനം നടന്നാൽ നട അടയ്ക്കാനും ശുദ്ധികലശം ചെയ്യാനും അധികാരമുണ്ടെന്നും ഇത് കോടതി അലക്ഷ്യമല്ലെന്നും തന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. സാറിന്റെ ഉറപ്പുമതിയെന്ന് പറഞ്ഞാണ് തന്ത്രി പിന്നീടുള്ള നടപടികൾ സ്വീകരിച്ചതെന്നും ശ്രീധരൻപിള്ള പറയുന്നു. ഒരു പ്രമുഖ ഹിന്ദു സമുദായ നേതാവാണ് തന്ത്രിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞതെന്നും പുസ്തകത്തിൽ പറയുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് ശ്രീധരൻപിള്ളയെ വിളിച്ച സമുദായ നേതാവെന്നാണ് വിവരം. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി തന്ത്രി കണ്ഠരര് രാജീവരെ ശ്രീധരൻപിള്ള സന്ദർശിച്ച് പുസ്തകം കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ശ്രീധരൻപിള്ള ആരോപിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നട അടച്ചിടാം, പ്രതിസ്ഥാനീയന് നട അടച്ചിടാം. അത് അടച്ചിടുന്നതിന് ഒരു നിലയ്ക്ക് കട്ടപ്പുറപ്പാട്ടാവില്ല, അത് നിയമലംഘനമാവില്ല, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാവില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ശബരിമല സമരത്തിന്റെ പേരിൽ സർക്കാരിന്റെ വേട്ടയാടലുകൾക്ക് ഇരയായെന്നും പുസ്തകം പറയുന്നു. നാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് പുസ്തക പ്രകാശനം. അതേസമയം തന്ത്രി വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കേസിൽ ഒരു പങ്കാളിത്തവുമില്ലാതെ ശബരിമല തന്ത്രിയെപ്പോലെ ഒരാളെ 41 ദിവസം എന്തിന് ജയിലിലിട്ടെന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത SITക്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു തെളിവുമില്ലാതെ, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ദുരൂഹമാണെന്നാണ് BJP നിലപാട്. ഹൈന്ദവ വിശ്വാസികളെ സംസ്ഥാന സർക്കാർ അവഹേളിച്ചെന്നും മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും BJP ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.